ഫിലിം ഗാരേജിലേക്ക് ഇവർക്കും സ്വാഗതം. 2 വർഷത്തിലധികം ഷൂട്ട് നടന്ന കങ്കുവയ്ക്ക് ശേഷം തുടർച്ചയായിട്ട് ഒരുപാട് സിനിമകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷൂട്ട് ചെയ്ത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന സൂര്യയുടെ അടുത്തൊരു വൻ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോഴത്തെ റൂമേഴ്സ് ആയിട്ട് പുറത്തു വന്നിരിക്കുകയാണ്. അത് ആവേശം എന്ന മലയാളം ബ്ലോക്ക് ബസ്റ്റർ സിനിമയുടെ സംവിധായകൻ ജിത്തു മാധവനോടൊത്തുള്ള സൂര്യ നായകനെ എത്തുന്ന സിനിമയെക്കുറിച്ചുള്ള റൂമറാണ്. ജിത്തു ഒരു കഥ ഇതിനോടകം തന്നെ സൂര്യയോട് പറഞ്ഞു കഴിഞ്ഞുവെന്നും സൂര്യയ്ക്ക് അത് ഇഷ്ടപ്പെട്ടുവെന്നും ഒരു പക്ഷേ ഈ വർഷം തന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ആരംഭിച്ചേക്കും തുടങ്ങിയ റിപ്പോർട്ടുകളാണ് വരുന്നത്. സ്റ്റുഡിയോ ഗ്രീൻ ആയിരിക്കും സിനിമ നിർമ്മിക്കുക എന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ട്. ഒഫീഷ്യൽ പ്രഖ്യാപനം വരെ ഉടനെ ഉണ്ടായേക്കും. ഒരുപക്ഷെ ജൂലൈയിൽ സൂര്യയുടെ ജന്മദിനത്തിൽ ഉണ്ടായേക്കുമെന്നൊക്കെ ഇപ്പോൾ റൂമേഴ്സ് ഉണ്ട്. അപ്പോൾ കാത്തിരിക്കാം സൂര്യ ജിത്തു മാധവൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ടാം. ലാലേട്ടൻ ജിത്തു മാധവൻ പടം നടക്കാതെ പോയപ്പോൾ ആവേശം എന്ന സിനിമയുടെ 2ാം ഭാഗമല്ല, മറിച്ച് ഫഹദിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ വരുന്നു. ഈ വർഷം സിനിമയുടെ ഷൂട്ട് ആരംഭിക്കും തുടങ്ങിയ റിപ്പോർട്ടുകളായിരുന്നല്ലോ നേരത്തെ പുറത്തു വന്നത്. എന്നാൽ ഈ ഒരു പ്രോജക്റ്റ് ഫഹദിന്റെ ഡേറ്റ് ഇഷ്യൂസ് കാരണം അടുത്ത വർഷത്തിലേക്ക് നീട്ടിയിരിക്കുകയാണ്. അടുത്ത വർഷത്തോടെ സിനിമയുടെ ഷൂട്ട് നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫഹദിന്റെ ആവേശം പോലൊരു വലിയൊരു ബ്ലോക്ക് ബസ്റ്ററിന് ശേഷമുള്ള ലൈനപ്പ് നോക്കുകയാണെങ്കിൽ തികച്ചും നിരാശാജനകമാണ്. ഈ വർഷം ഷൂട്ടിംഗ് ആരംഭിക്കേണ്ടിരുന്ന ജിത്തു മാധവന്റെ പടം നീട്ടിയിരിക്കുന്നു. അമൽ നീർദിന്റെ ലാലേട്ടൻ സിനിമയിൽ നിന്നും ഫഹദ് പിന്മാറിയിരിക്കുന്നു. അതുകൂടാതെ വിപിൻ ദാസിന്റെ ഫഹദ്, ഒപ്പം തന്നെ എസ് സൂര്യ തുടങ്ങിയവർ അഭിനയിക്കുന്ന സിനിമയിൽ നിന്നും ഫഹദ് മാറിയിരിക്കുന്നു. ഇതൊന്നും കൂടാതെ അന്യഭാഷയിൽ 1-2 വർഷം മുന്നെല്ലാം തന്നെ പ്രഖ്യാപിക്കപ്പെട്ട ഫഹദ് സിനിമകളെ കുറിച്ചുള്ള തുടർച്ചയുള്ള അപ്ഡേറ്റുകളും വരാതെ പോകുന്ന ഒരു കാഴ്ചയും കാണുന്നുണ്ട്. എന്തായാലും എത്രയും വേഗം ഫഹദ് നല്ലൊരു തിരിച്ചുവരവ് നടത്തട്ടെ എന്ന് ആശംസിക്കാം. ഇതിനിടയിൽ വിപിൻ ദാസിന്റെ ലാലേട്ടൻ സിനിമയെക്കുറിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം ലാലേട്ടൻ ഈ സിനിമ ഉപേക്ഷിച്ചിരിക്കുന്നു എന്നാണ് വിപിൻ ദാസ് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയുടെ പ്രൊമോഷൻ വേളയിൽ അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയ്ക്ക് ശേഷം വിപിൻ ദാസ് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ ലാലേട്ടൻ നായകനെ എത്തുന്നുവെന്ന് ശക്തമായ റൂമേഴ്സ് ഉണ്ടായിരുന്നു. വിപിൻ തന്നെ ചർച്ചകൾ നടക്കുന്നു എന്ന് അറിയിച്ചതുമാണ്. എന്നാൽ ഇപ്പോഴത്തെ ലാലേട്ടനാണ് സിനിമ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിപിൻ കൺഫേം ചെയ്തിരിക്കുന്നത്. അപ്പോൾ കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമാ വാർത്തകൾക്ക്.